ഇന്ത്യൻ ഫുട്ബോളിന്റെ വിതരണാവകാശം സംബന്ധിച്ചുള്ള ഒരു ബിഡ് വാർ നടക്കുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. ജീനിയസ് സ്പോർട്സും ഫാൻകോഡും തമ്മിലാണ് ആ ഒരു വാർ പ്രധാനമായിട്ട് നടക്കുന്നത്. പിന്നെ കാപ്രി സ്പോർട്സ് വുമൻ ലീഗിന്റെ കാര്യത്തിൽ അത്യാവശ്യം ബിഡും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ 2216 കോടി എന്ന് പറയുന്ന ഭീമമായ തുകയ്ക്ക് ഒരു ലോങ് ടേം ബിഡ് കൊണ്ടുവന്നതാണ് ജീനിയസ് സ്പോർട്സ്. പക്ഷെ അത് അത്രമാത്രം പ്രാക്ടിക്കൽ ആവും എന്നൊരു ചോദ്യചിഹ്നമാണ്. ഫാൻകോഡ് ഒരു വർഷത്തേക്ക് 36 കോടി രൂപ എന്ന തരത്തിലാണ് ഫാൻകോഡ് കൊണ്ടുവന്ന ഒരു ബിഡ്. അതുകൂടാതെ 5% ഇൻക്രിമെന്റ് പോലെ കൂട്ടാന്നുള്ള ഒരു വ്യവസ്ഥയും അവർ വെച്ചിട്ടുണ്ട്. 36 കോടി പ്ലസ് 1 crore എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്കാണ് പോയത്. പക്ഷേ ഇപ്പം ജീനിയസ് സ്പോർട്സ് അത് ലീഡ് ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. ജീനിയസ് സ്പോർട്സ് ഒരു വർഷത്തേക്ക് 64 കോടി 39 ലക്ഷം എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് വന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ ഫാൻകോഡ് ഇംപ്രൂവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാപ്രി സ്പോർട്സ് വുമൻസ് ലീഗിന്റെ കാര്യത്തിൽ ആദ്യം 1 കോടി എന്ന് പറയുന്നതാണ്. ഇപ്പം അവർ ഇൻക്രീസ് ചെയ്ത് 4 കോടി 54 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ ഫുട്ബോളിന്റെ വിതരണാവകാശം ഏറ്റെടുക്കാൻ ആളില്ല എന്ന് പറയുന്നതിനകത്ത് വലിയ യാഥാർത്ഥ്യമൊന്നുമില്ല. ഈ 2116 കോടി എന്ന് പറയുന്നത് അത്ര വലിയ ഫിഗർ ഒന്നും അല്ല എന്നുള്ളത് സത്യമാണ്. ലോങ് ടേം കോൺട്രാക്റ്റിലേക്ക് നോക്കുമ്പോൾ 20 വർഷത്തേക്കൊക്കെയാണ് പോകുന്നത്. അത് നഷ്ടം പരിപാടി തന്നെയാണ്. ഏതായാലും ജീനിയസ് സ്പോർട്സ് ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിന്റെ വിതരണാവകാശത്തിന് വേണ്ടി പ്രതിവർഷം 64 കോടി 39 ലക്ഷം എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ആരുടെ ബിഡ് എങ്ങനെ വരും എന്നൊന്നും അറിയില്ല. ഇനി ഏതെങ്കിലും ഒരു പ്ലെയർ, അതായത് ബിഗ് പ്ലെയർ ക്വിക്കായിട്ട് വന്ന് ടേക്ക് ഓവർ ചെയ്തുവോ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും ഈ വിതരണാവകാശം ഏറ്റെടുക്കുന്ന ആളുകൾ നല്ല രീതിയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ മാർക്കറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ലെവൽ ഒന്ന് ഉയരും. ഏതായാലും കാപ്രി സ്പോർട്സ് വുമൻസ് ലീഗിന് മാത്രമായിട്ട് ഒരു വർഷം 4 കോടി 54 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക പ്രശംസയൊക്കെ അർഹിക്കുന്നുണ്ട്. അപ്പം ആരായിരിക്കും ഈ ബിഡ് വാറിൽ ജയിക്കുന്നതെന്ന് അറിയത്തില്ല. ആർക്ക് കിട്ടിയാലും ഇവന്മാർ നന്നായിട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള അഭിപ്രായം.